ദിവസമായിട്ട് ലൈവിൽ വരെ അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാതെ ഇരുന്നിരുന്ന് ഞാനിന്ന് വരാൻ 2-3 കാര്യങ്ങൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. നമ്പർ 1, ആദ്യമായിട്ട് നമുക്ക് 2 ടോപ്പിക്കുകൾ ഹോട്ടായിട്ട് നടക്കുന്ന 2 സംഭവങ്ങൾ. ഒന്ന്, പാർട്ടി ഓഫീസ് കയറി റെയ്ഡ് ചെയ്ത SP-നെ ശകാരിച്ചു വിട്ടു എന്നൊക്കെ നമ്മൾ കേട്ടു. അത് കഴിഞ്ഞ് അതിന് പാർട്ടി അതിൻ്റേതായിട്ടുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ 2 ദിവസം മുന്നെയാണ് ഒരു സബ് കളക്ടർ പുതിയ തൻ്റെ കാരിയറിലോട്ട് കാലെടുത്ത് വെച്ചിട്ടുള്ള ഒരു പുതിയ സബ് കളക്ടറിനെ ഒരു MLA ഉണരേണ്ട സമയമായിരിക്കുന്നു. ഇന്ന് എനിക്ക് സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ ആ പാർട്ടി ആ MLA തള്ളിപ്പറഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. ദാറ്റ് മീൻസ് പാർട്ടിയല്ല തെറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റുകളെ പാർട്ടി പലപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അത് നമ്മൾ കാണാറുമുണ്ട്. അങ്ങനെയുള്ള ആ പാർട്ടികളെയല്ല ഇനി നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ടിയിൽ ആരെങ്കിലും ഗുണ്ടായുസം കാണിച്ചു കഴിഞ്ഞാൽ അവനെ ഗുണ്ടയായി തന്നെ കണക്കാക്കിക്കൊണ്ട് പാർട്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കുന്ന ആളുകളെയാണ് നമുക്ക്, അതുപോലുള്ള പാർട്ടികളെയാണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പം ഇപ്പോൾ ചെയ്തിരിക്കുന്ന MLA കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു, MLAക്ക് അഗൻസ്റ്റ് കേസെടുത്തിട്ടുണ്ട്. ഐ വെൽക്കം ഓൾ ദിസ് തിങ് ആൻഡ് ഐ സല്യൂട്ട് ദിസ് ഗവൺമെൻറ് ഫോർ ദാറ്റ്. പക്ഷേ മുമ്പ് നിങ്ങൾ ആ പാർട്ടി ഓഫീസിൽ കയറി റെയ്ഡ് ചെയ്ത് അവരെ കുറച്ച് വല്ലാതെ, അവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയാണത്, അവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇത്രയും ഭയങ്കരമായിട്ട് കർക്കശമായിട്ട് ശകാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാർട്ടി ഓഫീസിൽ അത് തെറ്റ് ചെയ്തവരോ അവിടെ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും അവർക്കത് പോയിട്ട് തേടി പിടിക്കാനുള്ള അധികാരമുണ്ട്. അപ്പം അത് അവിടെ തെറ്റ് ചെയ്തു, ഇവിടെ നല്ലൊരു കാര്യം ചെയ്തു, അതിനെ ഞാൻ സല്യൂട്ട് അടിക്കുന്നു. യെസ്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. നമ്പർ 2, ലാലേട്ടൻ്റെ ഒരു പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഇപ്പം പടുത്തായിട്ട് കാണുന്നതാണത്. ലാലേട്ടൻ പൊളിറ്റിക്സിൽ വരുന്നു, എന്നിട്ട് തന്നെ മാതൃഭൂമിക്കാർ വന്ന ഇൻ്റർവ്യൂകളുണ്ടായി. അതേ ഇൻ്റർവ്യൂവിനെ എടുത്തിട്ട് വക്രബുദ്ധി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കുനിഷ്ട് കാണിക്കുന്നിടത്തുണ്ട്, അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു രസമാണ്. മേജർ രവി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പൊങ്കാലയിടുക, ട്രോൾ ചെയ്യുക, ഇതൊക്കെ അതേ 2 സ്ഥലത്തിലും ഉണ്ടായിരിക്കുന്നത്. ഐ ആം നോട്ട് ബോതേഡ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആരും അങ്ങനെ ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം ട്രോളിങ്ങിനെ കുറിച്ച് കുറഞ്ഞിരിക്കുകയാണ്. ആ വെള്ളപ്പൊക്കത്തിൽ ഇതൊക്കെ ഒഴുകിപ്പോയിരിക്കും. ഇപ്പം ഞാൻ നല്ല മനുഷ്യനായിട്ട് അപ്പം അതുകൊണ്ട് ഇപ്പം അതാണ് ഒഴുകിപ്പോയതുകൊണ്ട് നൗ ഐ ആം എ വെരി വെരി നൈസ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളത് ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. അത് പണ്ട് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അതുപോലെ തന്നെയാണ്. എല്ലാവരും ജയ്ഹിന്ദും ജയ്ഹിന്ദൊക്കെ പറയുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ഹായ്. സുമേഷ്, റഹീം, രാജേഷ്, അഭിലാഷ്, ഷീല, ഓൾ ഹായ്. ഇപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കുകൾ പറയാൻ കാരണം രണ്ടാമത്തെ ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവാം. ഈ ഇലക്ഷൻ വരാൻ പോകുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മൾ കേൾക്കുന്നത് ലാലേട്ടൻ സ്ഥാനാർത്ഥിയാവുന്നു. ഇതിൻ്റെ ഒരു ചോദ്യം, പ്രൊപ്പഗണ്ടാസ്, ചില പാർട്ടീസ് പറഞ്ഞിരിക്കുന്ന ലാലേട്ടൻ ഇപ്പം നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ പോകണം. ഈ തെറ്റിദ്ധാരണകളും ഈ പ്രൊപ്പഗണ്ടകളും ഒന്നും നിങ്ങളാരും വിടരുത്. ബിക്കോസ് ഇത് പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് ആ ഇലക്ഷൻ വരുന്ന സമയത്താണ് ഇതൊക്കെ ഉണരുന്നത്. അപ്പം പലരും പറഞ്ഞു ലാലേട്ടൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമെന്നുള്ളതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ യാതൊരു താല്പര്യമില്ല. പിന്നെ നിങ്ങളൊരു ഡിഫൻസ് മിനിസ്റ്ററൊക്കെ ആക്കുകയാണെങ്കിൽ ഞങ്ങളത് തീരുമാനം നോക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലാതെ ഇവിടെ ഇലക്ഷൻ വന്നിട്ട് വെറുതെ വേസ്റ്റാക്കി കളയാനുള്ള ഒരു കലാകാരനല്ല ലാലേട്ടനോ അല്ലെങ്കിൽ മമ്മൂക്ക. ഇവരൊക്കെ അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയിലോട്ട് അങ്ങ് വിട്ടുകൊടുക്കുക. സോ വി ഷുഡ് അപ്രിഷ്യേറ്റ് അവരെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്. വി ഓൾ ഷുഡ് സല്യൂട്ട് ദം. ആരൊക്കെയോ എന്തൊക്കെയോ, മനോജ് ഹായ്, ഉണ്ണി പണിക്കർ, ശിവലാൽ, രഞ്ജിത്ത്, മെനോൻ, SK മോൻ, അഭിരാജ്, എല്ലാവരുടെ അടുത്തും ഹായ് പറയുന്നുണ്ട്. കൂടുതലിതും പറഞ്ഞിട്ട് തീർക്കട്ടെ. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്കത് ഒഴിവാക്കാം. ലാലേട്ടൻ ഒരിക്കലും ഇതിനു വേണ്ടിയിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ പൊളിറ്റിക്സിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് സമാനമായിട്ടിരിക്കും. നമുക്ക് ലാലേട്ടനെ കലാകാരൻ എന്നുള്ള രീതിയിൽ ഇനിയും കുറേ വർഷം നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കും. പിന്നൊന്ന് ഒരു വിഷയമുണ്ടായി. നമ്പിനാരായൺ സാറിന് ഇത് കിട്ടി, പത്മഭൂഷൺ കിട്ടിയപ്പം ഇവിടുത്തെ പഴയ DGP, റിട്ടയർഡ് DGP സെൻകുമാർ ഒരു വൃത്തിയായിട്ട കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് സോ പെത്തറ്റിക്. സുപ്രീം കോടതി പോലും വെറുതെ വിട്ട് 10-15 വർഷം
പണിഷ്മെൻറ്റും കൊടുത്തിട്ട് ഒരു കാര്യമില്ലാതെ നിരപരാധിയെന്നും പറഞ്ഞ് വിട്ട് 50 ലക്ഷം നഷ്ടപരിഹാരവും കൊടുത്തിട്ട് എല്ലാം കൂടെ കൊടുത്തു വച്ചിരിക്കുന്ന അദ്ദേഹത്തിന് ഏത് രീതിയിലും അദ്ദേഹം കുറ്റവാളിയല്ലെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ട് ആ വ്യക്തിക്കൊരു പത്മഭൂഷൺ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു കോമ്പൻസേഷൻ മാത്രം. തൻ്റെ ജീവിതത്തിൻ്റെ 15 വർഷം നഷ്ടപ്പെട്ടുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അത് കൊടുത്തതിന് അതിനെപ്പോലും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു റിട്ടയർഡ് DGPനെ ഞാൻ കാണണ്ടായി. ഇറ്റ് ഈസ് സോ സ്റ്റുപ്പിഡ് ഓൺ യു മിസ്റ്റർ സെൻകുമാർ. യു ഷുഡ് നോട്ട് ക്രിട്ടിസൈസ് ഓൺ ദാറ്റ് ഇഷ്യൂ. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സമയത്തെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് വാസ് ബാഡ്. നൗ ഇപ്പോൾ കാണുന്ന എല്ലാവർക്കും, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇനിയെങ്കിലും നമുക്ക് അങ്ങനെയുള്ള മന്ത്രിമാർ വേണ്ട. നമ്മൾ കണ്ടതാണ്, ചില TV-യിലൊക്കെ കണ്ടതാണ്, ഒരു മന്ത്രി വെള്ളപ്പൊക്കം വന്നിട്ട് എൻ്റെ വീടും ഇതെല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് അതിന് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മന്ത്രിയുടെ അടുത്ത് പോയ സമയത്ത് ആ മന്ത്രി തിരിഞ്ഞു നോക്കി പറയുകയാണ്, താനെന്താടോ എൻ്റെ പാർട്ടിക്കാരനാണോ? അപ്പോൾ ഒരു മന്ത്രി എന്ന് പറയുന്നത് നമ്മളവിടെ ആക്കി, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് അവിടെ ആക്കിയിരിക്കുന്ന ഈ മന്ത്രി ചോദിച്ചാണ് എൻ്റെ പാർട്ടിക്കാരനാണോ അല്ലെങ്കിൽ എൻ്റെ ലോക്കൽ കമ്മിറ്റിക്കാരനാണോ എന്നൊക്കെ ചോദിക്കുന്നൊരു മന്ത്രി. നമുക്ക് അങ്ങനെയുള്ള മന്ത്രിമാരെ ഇനി വേണ്ട. കാരണം ഒരു പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ കേരള സമൂഹത്തിൻ്റെ മുഴുവൻ മന്ത്രിയാണ്. ആ ചിന്താഗതി ഇല്ലാതെ ഇപ്പോഴും ആ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറിനെ പോലെ ബിഹേവ് ചെയ്തിട്ടുള്ള ആ മന്ത്രിമാരെ ഇനി നമുക്ക് വേണ്ട. അങ്ങനെയുള്ളവരെ ഇനി നമ്മുടെ ഏരിയയിൽ ആരൊക്കെ നല്ല പ്രവൃത്തി ചെയ്യുന്നു അവർക്ക് വോട്ട് ചെയ്യുക. അത് ഏത് പാർട്ടി എന്നുള്ളതൊന്നും നോക്കണ്ട. നമുക്ക് ഇനി ജീവിക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ കുറച്ചൊന്ന് സെൻസിബിളായിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട സമയമായിരിക്കും. ഈ മണ്ടന്മാരാക്കുന്ന ഈ കളിയിൽ ഇനിയും ചെന്നപ്പെടാതെ വി ഷുഡ് ബിഹേവ് വെരി റെസ്പോൺസിബിൾ ആൻഡ് ആളെ കണ്ടും തരം നോക്കിയിട്ട് ആര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരം ഉണ്ടാവും എന്ന് പറഞ്ഞ് അവർക്ക് വോട്ട് ചെയ്യുക. അതുപോലെ രാഷ്ട്രീയം പറഞ്ഞ് വരുന്ന സമയത്ത് കത്തിക്കുത്തും ജീവൻ എടുക്കുന്ന പരിപാടി ഇതൊക്കെ നിർത്തുക. അതൊക്കെ ആ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പോയി. നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ഇതൊക്കെ കണ്ടതല്ലേ. ജാതിയില്ല, മതമില്ല, പാർട്ടിയില്ല, ഒന്നുമില്ലാത്തൊരാഴ്ച നമുക്ക് എന്തൊരു സമാധാനമായിരുന്നു, എന്തൊരു സ്നേഹമായിരുന്നു അന്ന് നമ്മൾ കണ്ടതല്ലേ. ഓരോരുത്തരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെന്ന് ചോദിച്ചു ചെല്ലുന്ന ഒരു ജനസമൂഹത്തിനെ നമ്മൾ കണ്ടു. സോ ലെറ്റ് us all be like that. ഇലക്ഷൻ വരുമ്പോഴത്തെ വെറും വശക്കെ നടന്നോട്ടെ. പക്ഷേ ഇനി ആളുകളെ ചെലഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്കുതകുന്നവരെ അവരെയാണ് അവിടെ കൊണ്ടുവരുന്നത്. അതുപോലെ ഇനി വേറൊന്നും എനിക്ക് പറയാനില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കാരണം 3-3.5 മിനിറ്റായിരിക്കണം. എല്ലാവരും ഹായ് പറയുന്നുണ്ട്. സുജിത് ബാബു, ഷിബു നടുക്കണ്ടി, എനിക്ക് കണ്ണിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഗോവിന്ദ് രവി, ഹരികൃഷ്ണൻ, എല്ലാവരുടെ അടുത്തും അഭിനയവും രാഷ്ട്രീയവും ലാലേട്ടന് പറ്റും. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇപ്പം എന്താണെന്നറിയോ, ഇപ്പം ലാലേട്ടനെ കൺഫ്യൂസ് ആക്കാതിരിക്കുക. അദ്ദേഹം ഇപ്പോൾ അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിൽ, അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ അദ്ദേഹത്തെ ഇപ്പോൾ ഒരു ഡിഫൻസ് മിനിസ്റ്റർ ആക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അതെല്ലാം കുറേ വിവരം അദ്ദേഹത്തിനുണ്ട്. ഇപ്പം അതിൻ്റെ അപ്പം അങ്ങനെയുള്ള വല്ലതും വരികയാണെങ്കിൽ നമ്മൾ ലാലേട്ടനെ കൊണ്ട് അത് എടുപ്പിക്കും, നമ്മളത് ചെയ്യിപ്പിക്കും. അത് രാജ്യത്തിന് നല്ലതാണ്. കാരണം സത്യസന്ധനായിട്ടുള്ള ഒരു മിനിസ്റ്ററെ നമുക്ക് കിട്ടും. അപ്പം അതങ്ങനെയൊക്കെ വരട്ടത്. അല്ലാതെ ഇപ്പോൾ ഈ വെയിലും കൊണ്ട് നടന്നിട്ട് പിന്നെ അഭിനയിക്കാനുള്ള പടങ്ങൾ മുഴുവൻ പെൻഡിങ് ആവും. അപ്പം അതുകൊണ്ട് ലാലേട്ടൻ ഇപ്പം നിങ്ങളാരും ഫോഴ്സ് ചെയ്യല്ലേ അതിന് വേണ്ടിയിട്ട്. ഷാജി, സോ എല്ലാവരോടും ഞാൻ ഇപ്പം ബൈ പറയുന്ന സമയത്ത് രസകരമായിട്ടുള്ളൊരു സീ ഓഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഞാനിപ്പം പലരും ക്രിട്ടിസൈസ് ചെയ്ത പാർട്ടീനെ നല്ലതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊരു കാര്യം, ഞാൻ ഇന്നലെ ഏലൂക്കരയിൽ ഞാൻ ആ വെള്ളപ്പൊക്ക സമയത്ത് സേവ് ചെയ്യാൻ പോയിട്ടുള്ള ആ 10-200 ഫാമിലീസും ആ പള്ളിയിൽ ഇന്നലെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പം വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ന്യൂസ് അറിയാൻ സാധിച്ചു. ഗവൺമെൻറ്റിൽ നിന്ന് പൈസ അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വരാൻ തുടങ്ങി എന്നുള്ളത്. ഇതൊരു പേപ്പറിലും കാണാനില്ല. കാരണം അപ്പം അത് വരുന്നു, ഗവൺമെൻറ് അത് ചെയ്യുന്നു എന്നുള്ളതും നിങ്ങൾ അറിയണം. അപ്പം ചിലർ പറഞ്ഞു, സാറേ ഇപ്പം 40,000 രൂപ ബാങ്കിൽ വന്നു, ഒരുത്തം പറഞ്ഞു 60,000 വന്നു. പെട്ടെന്നാണ് സാറേ മൊബൈലിൽ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നിരിക്കുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഗവൺമെൻറ് അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവർ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതിനും ഗവൺമെൻറ് അടുത്ത് നന്ദി പറയുന്നു, എല്ലാവർക്കും വേണ്ടിയിട്ട്. സോ നമുക്ക് നിർത്തുന്ന സമയത്ത് ഐ ഗിവ് യു എ ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ദെൻ ബൈ, ലാൽ സലാം. സന്തോഷമായല്ലേ സഖാക്കൾ? അപ്പം അതേപോലത്തെ ഞാൻ അപ്പുറത്ത് അസ്സലാമു അലൈക്കും എല്ലാവരോടും ഖുദാഫിസ്, ഭാരത് മാതാ കി ജയ് ഹിന്ദ്. കോൺഗ്രസ് പാർട്ടിക്കാരോട് പറഞ്ഞാൽ അതെല്ലാം ഓക്കെ, ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്. ബി യുണൈറ്റഡ്, ഓൾവേസ് ബി സ്പിരിറ്റഡ്. ദാറ്റ്സ് ഓൾ വാട്ട് ഐ വാണ്ട്, ദാറ്റ് യൂണിറ്റി. എന്തിനും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ
വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഇല്ലാതെ നമുക്കിങ്ങനെ ജീവിച്ചു പോവാം സന്തോഷമായിട്ട്. സോ ബി ഹാപ്പി ആൻഡ് ഓൾവേസ് ബി യുണൈറ്റഡ്. ലെറ്റ് us all live happily. Thank you so much. Jai Hind.